സ്റ്റുഡിയോയിൽ എസ്തർ എന്ന് വെൽക്കം. ഹായ്, താങ്ക് യു. ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്ത് ഞാൻ പോകുന്ന വിചാരിച്ചത്. അപ്പൊ ദൃശ്യം 3 അനൗൺസ് ചെയ്ത് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ടിരിക്കും. ആ റിപ്പോർട്ടറിലെ ഹൈദറൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല. എന്താണ് ദൃശ്യം 3? ജിത്തു ജോസഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫാമിലി ഡ്രാമ. കുട്ടി മാസാണല്ലോ മായിച്ചേട്ടാ. നീ എന്താ പയ്യനോട് പറഞ്ഞത്? ഞങ്ങൾ അതൊന്നും അല്ല സംസാരിച്ചത്. പിന്നെ എന്താ സംസാരിച്ചത്? പറയടി. ഇപ്പൊ പ്രിയങ്ക ചോപ്ര ഒരു ഇന്റർവ്യൂല് പറഞ്ഞു പുള്ളിക്കാരത്തി വീണപ്പം ക്യാമറ എല്ലാം തന്നെ അവര് താഴ്ത്തി എന്നുള്ളത്. കാരണം അതല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ വേഗം അത് എടുക്കും, എന്തെന്ന് ആംഗിളിൽ എന്തൊക്കെ കിട്ടും എന്നുള്ള പോലെ. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. ഫോറിനുള്ള ഒരു ഹുക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. ഗോഡ് യു അഗൈൻ. വീണ്ടും നിങ്ങളോ? എന്റെ ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് എഐയില് എന്താ പറയാ എഡിറ്റ് ചെയ്ത ഫോട്ടോസ്. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. ബിക്കോസ് എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ടിട്ടില്ല എന്ന്, ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇറ്റ് ലുക്ക് സോ റിയൽ. ലൈൻ കട്ട് ഞാൻ വലുതായി തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് എന്റെ മനസ്സിൽ ഞാനിപ്പോഴും വളരെ ചെറിയൊരു പിഞ്ചു കുഞ്ഞാണല്ലേ. അയ്യോ അല്ല, 30 വയസ്സാകാൻ പോകും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോഴും എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓരോരുത്തരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഓക്കെ പോയിന്റിലോട്ട് വരാം. അപ്പൊ അത് ഭയങ്കര ഒരു റിയാലിറ്റി ചെക്കാ. 24 ഫെയർലി ഏർലി ഏജ് ആണ് കല്യാണം കഴിക്കാൻ. അപ്പൊ ഞാൻ എനിക്കതിനും ഒരുപാട് പ്രായമായിട്ടില്ലല്ലോ എന്നുള്ളത്. വയസ്സ് 70 തികവാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.